മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്കിടയിലും മോഷണം നടത്തിയിരിക്കുന്നു പ്രതി അഫാൻ എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അമ്മുമ്മയെ കൊന്ന ശേഷം മാലയെടുത്ത് പണയം വെച്ചു. കിട്ടിയ 74,000 രൂപയിൽ 40,000 രൂപ കടക്കാർക്ക് സ്വന്തം അക്കൗണ്ട് വഴി നൽകി. കൊലകൾക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അതേസമയം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതോടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിയുടെ മൊഴി നാളെ രേഖപ്പെടുത്തും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു അല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥർ? തീർച്ചയായിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ള നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി വരുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഈ പ്രതി അഫാൻ കൊലപാതകം നടത്തിയത് കരുതിക്കൂട്ടിക്ക് തന്നെയാണ്. അതായത് ഈ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതി മുത്തശ്ശിയെ കൊലപ്പെടുത്തി അതിനുശേഷം മാല കൈക്കലാക്കി അത് പണയം വെച്ച് 74,000 രൂപ കയ്യിൽ എടുത്തു. അതിനുശേഷം അക്കൗണ്ട് വഴി 40,000 രൂപ കടം വാങ്ങിയവർക്ക് തിരികെ നൽകി എന്നുള്ളത് തെളിവ് സഹിതം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതൊരു കാരണമാണ്. ബാക്കി കുറച്ച് പണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റുള്ളവരെ കൊലപ്പെടുത്താനുള്ള കാരണവും ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് പ്രതി മൊഴി നൽകിയ കാര്യങ്ങൾ തന്നെയാണെന്നുള്ള സൂചന മാത്രമാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് വരുന്നുണ്ട്. ഏതായാലും പ്രതിയുടെ ഉമ്മ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടന്നിരുന്നു. ഇപ്പോൾ നില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതായാലും ഉമ്മയുടെ നില ഗുരുതരമല്ലാതായിട്ടുണ്ട്. ഏതായാലും നിരീക്ഷണത്തിലേക്ക് വച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത ദിവസം നാളെ തന്നെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ള നിലയിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘം ഇന്ന് ആശുപത്രിയിലെത്തി നേരിട്ട് കണ്ടിരുന്നു. നാളെ മൊഴിയെടുക്കും. ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും മൊഴിയെടുക്കുന്നത്. ഇതിൽ നിന്ന് നിർണായകമായ മൊഴി ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് പോലീസിന്. അതേസമയം പ്രതിയെ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രതിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പോലീസിന്. അതുകൊണ്ട് സാക്ഷികളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി സാഹചര്യ തെളിവുകൾ അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ കൂടുതൽ ശേഖരിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് കേസിനെ ഒരു കരുത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. ഈ കൊലപാതകം നടക്കുന്നതിന് മുമ്പ് സ്വന്തം വീട് വിട്ടിറങ്ങി ഈ വെഞ്ഞാറമൂട്ടിലെ ഈ പ്രതിയുടെ വീട്ടിലേക്ക് പെൺസുഹൃത്ത് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിരുന്നു. ഇതെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൃത്യമായ അന്വേഷണം നടന്നു വരികയാണ്. കാളിദാസൻ. വിഷ്ണു, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാളെ ഉമ്മ ഷെമിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തി കഴിയുമ്പോൾ ഈ ഒരു നിഗമനത്തിന്റെ കൂടെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള കുറച്ചുകൂടി എവിഡൻസ് നമുക്ക് ആ ഒരു മൊഴിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരിലുണ്ടല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും ഡോക്ടർമാർ പറയുന്നത് വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ്, സാഹചര്യമാണ്. ഡോക്ടർമാർ അത് കൃത്യമായി പറയുന്നുണ്ട്. നിരീക്ഷണത്തിലാണെങ്കിൽ പോലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ബന്ധുക്കളെയൊക്കെ തിരക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പോലീസുമായി ബന്ധപ്പെട്ട് നാളെ ഇനി മൊഴിയെടുക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഏതായാലും ഇതുവരെ മകനെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പോലീസ് ചോദ്യം ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ മൊഴിയെടുത്ത് വരുമ്പോൾ ഇനി എങ്ങനെയാണ് എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഇതുവരെയും പ്രതിക്കെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇനി നാളെ മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിൽ നിന്നുകൂടി തെളിവ് ശേഖരിക്കേണ്ടത് പോലീസിന് വളരെ നിർണായകമാണ്. ഒരു വലിയ കൂട്ടക്കൊലയാണ് നടന്നിരിക്കുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും സാക്ഷികളൊന്നും ഇല്ലാത്തത് വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ രേഖകളിലൂടെ തന്നെ എല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. മൊഴിയെടുക്കണം, കൂടുതൽ പരിശോധന നടത്തണം. ഫോറൻസിക് പരിശോധന നടത്തിയതിൻ്റെ തെളിവുകളുണ്ട്. ഇനി പ്രതിയിലേക്ക് എത്തുന്ന കുറേ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം പോരാ. ഇനി കൂടുതൽ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം നല്ല രീതിയിൽ നടത്തി വരികയാണ്. ശരി വിഷ്ണു, വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പ്രതി അഫാൻ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ നാളെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട അമ്മ ഷെമിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തും എന്നുകൂടിയുണ്ട്. നിലവിൽ ഉമ്മ ഷെമി ഇതുവരെ മകനെതിരെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. നാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആ ഒരു മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്തരത്തിൽ വേണമെങ്കിലും അന്വേഷണം മാറിയേക്കാം എന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇനി ആ ഒരു മൊഴി കൂടി ലഭിച്ച ശേഷം എത്തരത്തിലായിരിക്കും ഈ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും കൂടി നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.